ഹായ്, അനിമോൾ ഫാൻസ് കരയാൻ തയ്യാറായിക്കോളൂ. അവിടെ ഭയങ്കര പ്രശ്നം നടക്കുകയാണ്. ചെറ പറയും 3-4 പ്രമോ വന്നിരിക്കുന്നത്. എന്തിനാണോ എന്തോ ഞാൻ വിചാരിക്കുന്നത് എന്തെന്നറിയാമോ, ഈ അനിമോളിന്റെ കേസ് ഇത്രയും സീരിയസ് ആയിട്ട് എടുത്ത് പറയുന്ന മോഹൻലാലിന് മുൻപ് ഇത്രയും സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം അനുവിനെ അങ്ങ് കൊലവിളിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ ഹൗസ് മേറ്റ്സ്. അവരൊക്കെ തന്നെ വളരെ സൗമ്യതയോടുകൂടി പെരുമാറിയ മോഹൻലാലിന് ഇപ്പോൾ എവിടുന്ന് പറ്റി, എന്തു പറ്റി, പെട്ടെന്നെന്താ? അതോ അനുമോൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള ധൈര്യമാണോ? എന്ത് തന്നെയായാലും ഭയങ്കര ബോറിങ് പരിപാടിയാണ് എന്നെൻ്റെ ഒരു സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട് കേട്ടോ. ബോറിങ് എന്നല്ല, സങ്കടമുണ്ട്. അതിനകത്തും പ്രശ്നം, പുറത്തും പ്രശ്നം. നമ്മളൊക്കെ സപ്പോർട്ടാണെന്നുള്ള കാര്യം അറിയാതെ ആ പെങ്കൊച്ചാകെ പതറും തോന്നണം കേട്ടോ. എന്താണോ എന്തോ. ഏതായാലും സ്ട്രാറ്റജി ആണെങ്കിലും എന്ത് തന്നെ ആയാലും അനുമോൾ അവിടെ നിന്ന് ഇറങ്ങി വരാതിരുന്നെങ്കിൽ മതിയായിരുന്നു. കളിച്ചാൽ ആ കൊച്ചിന് എന്നെ കപ്പ് കിട്ടും. യവന്മാരിഞ്ഞ് എന്ത് തലകുത്തി മറിഞ്ഞാലും അനീഷിനിപ്പുറം കപ്പ് കിട്ടാൻ യോഗ്യതയുള്ളത് അനുവിന് തന്നെയാണെന്ന് ഞാൻ പറയും. ടാലൻറ്റഡ് ആണെന്നോ അല്ല മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല, അത്രത്തോളം അത് അവിടെ കിടന്ന് പ്രയാസപ്പെടുന്നുണ്ട്. അത് സത്യമാണ്. പിന്നെ അനുമോൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. അത് ഞാൻ അപ്പോഴും പറഞ്ഞിരുന്നു. ഞാൻ ബിഗ് ബോസിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞില്ലേ, അത് പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അതിന് വേണമെങ്കിൽ തെറി കേട്ടാലും കുഴപ്പമൊന്നുമില്ല. അത് ചിറ്റിപ്പുല വഴക്ക് കിട്ടേണ്ട ഒരു കേസാണ്. ഞാനിവിടെ നിൽക്കുന്നത് അവർക്ക് നന്ദിയില്ല എന്നൊരു ടൈം പറഞ്ഞിരുന്നല്ലോ. അതിന് ഇച്ചിരി കേൾക്കട്ടെ എന്ന് തന്നെയാണ്. പക്ഷേ ഇത്ര കിടന്നങ്ങ് കയർക്കാനും മാത്രം ഉണ്ടോയെന്ന് അറിയത്തില്ല. അതുമാത്രമല്ല, ആദില നൂറയുടെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയൊരു ആക്ഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തത് എന്ത് അടിസ്ഥാനത്തിലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് പ്രൊമോ ഒന്നും കാണിക്കേണ്ടിയിരുന്നില്ല, ഡെമോ ഒന്നും കാണിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ പെൺപിള്ളേർ പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച വേറെ കുറേ പേര് അതിനകത്തുണ്ട്. അവരെ ഒന്നും പിടിക്കുന്നില്ല, ഈ പെൺപിള്ളേരെ മാത്രം പിടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആളില്ലാത്ത ടീമുകളെ അവരെടുത്ത് വെച്ചങ്ങ് ഒടുക്കണം. അതാണ് എനിക്ക് മനസ്സിലായത്. അനുമോളെ കുറ്റക്കാരിയാക്കുമ്പോൾ അനുമോളെ പറ്റി പറഞ്ഞവരെയും കുറ്റക്കാരിയാക്കണ്ടേ? ആര്യൻ അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അനുമോൾ എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഇല്ല, ശൈത്യയാണ് അതിൻ്റെ ആളെന്ന് പറഞ്ഞ് ശൈത്യയെ കറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അനുമോളുടെ മുമ്പിൽ. അത് നല്ലൊരു പോയിൻ്റാണ് കേട്ടോ. ചിലപ്പോൾ നമുക്കതൊരു വിഷമം തോന്നുമെങ്കിലും അനുമോൾ അത് തമാശയായിട്ടാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോഹൻലാൽ പറയണത് നീ പറയുന്ന തമാശയും ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ സീരിയസും ആണെന്ന് നീ എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു. ഇപ്പോൾ വാദി പ്രതിയായി അനുമോൾ തന്നെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായിരിക്കും ശൈത്യ പറഞ്ഞിട്ടുണ്ടാവുക. തമാശയോ സീരിയസോ ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലായിരുന്നു. അനുമോളെ പണി പാലും വെള്ളത്തിൽ കിട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇത്രയും നാളും വാദിച്ചതൊക്കെ വെറുതെ ആയി എന്ന് തോന്നുന്നു. അനുമോൾ അങ്ങനെയൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ തുന്നമ്പാടി ഓടി രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു. ഇനി ആര്യൻ അതങ്ങനെ ചോദിക്കുമ്പോൾ ആര്യൻ അവനെ പറ്റി പറഞ്ഞ കാര്യത്തിനെ പറ്റി മോഹൻലാൽ ചോദിക്കുന്നുണ്ടാവുമോ? നമുക്ക് പ്രമോ അല്ലേ കണ്ടുള്ള, റിയൽ സ്റ്റോറി നോക്കാം. കാൽ വിരൽ കൊണ്ട് അവൻ്റെ ശരീരത്തിൽ കാമ കേളി നടത്തി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്നും ചോദിക്കാൻ സാധ്യത കുറവാണ്. മെയിൻ ഷോനിസ്റ്റായ അലവലാതി മോഹൻലാലിന് അതൊന്നും ചോദിക്കാൻ താല്പര്യമുണ്ടാവത്തില്ല. മോനെ മോഹൻലാലെ, ഇന്നത്തെ ഇത് കണ്ടിട്ട് നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇതൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. മര്യാദയ്ക്കാണെങ്കിൽ ഓക്കെ, അല്ല വെച്ചാൽ മുത്തനും മുത്തപ്പിക്കും ഒക്കെ ഒന്ന് കിട്ടും എൻ്റെ തീർത്തും തീരുമാനമാക്കി വെച്ചിരിക്കുകയാണ്. ഇയാൾ പല പ്രാവശ്യമായിട്ട് ഒരുമാതിരി തൊട്ടിക്കളി കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങുമില്ലാതെ ഇങ്ങുമില്ലാതെ ഒരുമാതിരി അലവലാതി കളി. പറയണം, വേണ്ടാന്നൊന്നും പറയുന്നത്, എല്ലാവർക്കിട്ടും കൊടുത്താൽ. അല്ലെങ്കിൽ ഒരാളെ മാത്രം കോൺട്ര ചെയ്യരുത്. അനുമോൾക്ക് മാത്രമാണ് ഇടിയെങ്കിൽ ബിഗ് ബോസിൻ്റെ കാര്യത്തിൽ ഞങ്ങളും ഒരു തീരുമാനം അങ്ങ് എടുക്കും. വേണ്ടാന്ന് വെച്ചതല്ല, പോട്ടെ. പിന്നെ പുലികളി നടത്തുന്നുണ്ട്, അതായത് എവിക്ഷൻ റൗണ്ട്. എവിക്ഷനിലേക്ക് വന്നവരെ എല്ലാവരും കൂടെ ചേർത്ത് നിർത്തിയിട്ട് ഒരു പുലികളി. അതിലൊരു വേട്ടക്കാരൻ വരുന്നു, ഒരാളെ ചൂസ് ചെയ്യുന്നു. എല്ലാം വാവളന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പക്ഷെ പുറത്തറിയുന്ന അപ്പാനി ശരത്താണെന്നാണ്. ഇയാൾ പിടിച്ചിരിക്കുന്ന ഒരു പെൺകൊച്ചിൻ്റെ കൈയാണ്. ഞാൻ ഒരു പെൺകൊച്ചിൻ്റെ കൈ പിടിച്ചിരിക്കുന്നത് കണ്ടിരിക്കുന്നു. പ്രൊമോയിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നിൽ അത് രേണു സുധി ആ ഒരു ബ്രൗൺ കളർ പിന്നെ ഷാളാണ് ഇട്ടിരിക്കുന്നത് പിടിച്ച പെണ്ണിനെ. അപ്പോൾ അത് രേണു സുധിയല്ലേ? അതോ പിന്നെ നമ്മുടെ അനുമോളാണോ? അനുമോളാകാൻ ചാൻസ് കുറവാണ്. അവിടെ ബ്ലൗസും ബ്രൗൺ ആണ്, ഷാള് മാത്രമല്ല. അപ്പോൾ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ. ഏതോ 1-2 ഇത്തവണ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പാനി ശരത്താണെങ്കിൽ ഒരു രസമില്ല കേട്ടോ. കാരണം അവനെ അടുത്ത ഒരു ഇതിലും കൂടെ അനുവിനായിട്ടങ്ങ് പീഡിപ്പിക്കുന്ന കാണാമായിരുന്നു. അവന് കുറച്ചുകൂടെ ഹേറ്റ് പുറത്ത് കിട്ടുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ ബൈ ദ വേ, എന്താണ് നടക്കണമെന്ന് കാത്തിരുന്ന് കാണാം. ഇനിയിപ്പോൾ 2 മണിക്കൂറുടെയല്ലേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും. എന്നാലും ഒരു കൺഫ്യൂഷൻ കിട്ടും. അതുകൊണ്ടാണ് വന്ന് പറഞ്ഞത്. ഇനി വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു കൺഫ്യൂഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഹൻലാൽ ഓൺ സൈഡഡ് ആണോ? മോഹൻലാലിന് എന്താ ജിസേലിൻ്റെ അടുത്തൊരു കൺസേൺ പോലെ? ജിസേൽ അവിടെ കിടന്ന് കാണിക്കുന്ന കുത്തിത്തിരിപ്പൊന്നും മോഹൻലാൽ കാണുന്നില്ലേ? അതോ എന്താണ് കഥയെന്ന് അറിയത്തില്ല. ഞാൻ നോക്കി എൻ്റെ കമൻറ്റ് ബോക്സിൽ ജിസേൽ ഗു, ജിസേൽ കീ, ജിസേൽ കാ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലടാവേ, അവളെന്തോ അവിടെ ചെയ്യണേ? കുറേ അരയും കുറേ ഇട്ടുകൊണ്ട് നടക്കണതാണോ? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സദാചാരവാദികൾക്ക് കണക്കിന് കിട്ടിയെന്ന്.
ആ ശരിയാ സദാചാരവാദം ഉള്ളതുകൊണ്ട് അവിടെ ഇങ്ങനെയൊക്കെ നിലനിന്ന് പോണേ. അല്ലെങ്കിൽ പിന്നെ പല കോലങ്ങളും കാണാം. പുരോഗമനവാദികളുടെ വായിലിരിക്കുന്നതൊക്കെ നമുക്ക് അറിയാമല്ലോ എന്താണ്. കുഴപ്പമില്ല, അമ്മയാണെങ്കിലും കുഴപ്പമില്ല എന്നാണ് അന്ന ഒരു കൺസേൺ ആണല്ലോ. മൃഗങ്ങളെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പുരോഗമനവാദികൾ. അവർക്ക് ഇന്ന റിലേഷൻഷിപ്പ്, ഇന്ന ഇത്, സംസ്കാരം ഇതൊന്നും പറഞ്ഞിട്ടില്ല, തൊട്ട് തീണ്ടിയിട്ടില്ല. ഒരു പ്രത്യേകതരം പുരോഗമനവാദക്കാരെയാണ് ഞാൻ പറഞ്ഞത്. എല്ലാ പുരോഗമനവാദികളും അങ്ങനെയല്ല എന്ന് ചുരുക്കം. ഏതായാലും ഭയങ്കര ബോറായിപ്പോയി. എന്തോ കാത്തിരുന്ന് കാണാം.